ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നേരത്തെ ബാറ്ററൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഡിന്നറിനും അതുപോലെയൊക്കെ തന്നെ കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിന്നർ റെസിപ്പിയുമാണ്. ഇതാ കണ്ടു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വിഭവമാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ഇതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയുടെ കൂടെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വേണം. അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചിട്ട് വരാം. സവാള എല്ലാം ചെറുതായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്, തക്കാളി അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഒന്ന് ചതച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാൻ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഞാൻ ആദ്യം 1 സ്പൂൺ ജീരകം ആണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പം 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം നല്ലപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കണം. സവാള ഒന്ന് വഴറ്റി ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി പീസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന തക്കാളിയും പച്ചമുളകും ഇതെല്ലാം ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടെയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. വഴറ്റി തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞ് തക്കാളി എല്ലാം ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്താ ഇവിടെ ഒരു 3-4 കരിവേപ്പില ചെറുതായി മുറിച്ചിട്ടുണ്ട്, അതും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നമുക്ക് തക്കാളിയും സവാളയും എല്ലാം ആകുമ്പം പെട്ടെന്ന് തന്നെ വാടി കിട്ടും. അപ്പോൾ അതാ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയ ചൂടിലിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ തക്കാളി സവാളയും നല്ലപോലെ വഴന്ന് വെന്ത് കഴിയുമ്പം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കണം. ഇപ്പോൾ ഇവിടെ ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ടൊരു 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഉപ്പുമാവ് റവയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമായ ഒരു 1/2 കപ്പ് തൈര് കൂടെ, അധികം പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുത്തേക്കാണ്. അതിനുശേഷം നമ്മൾ ആ നേരത്തെ വഴറ്റി വെച്ചിരുന്ന തക്കാളിയുടെയും ഉള്ളിയുടെയും മിക്സ് അതും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പിടി മല്ലിയില ചെറുതായി മുറിച്ചത് അതും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആ മിക്സിൽ നേരത്തെ ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മാവിൽ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഒരു 1/2 സ്പൂൺ ചതച്ച മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ തൈരെടുത്ത കപ്പിൽ തന്നെ വെള്ളം എടുത്തിട്ട് ഇതൊന്ന് നല്ല തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നല്ല തിക്കായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഒട്ടും പാടില്ല. ഇനിയിപ്പോൾ ഇതാ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇത് ഒന്ന് റവ ആയതുകൊണ്ട് തന്നെ അടച്ച് വെച്ചേക്കുമ്പം കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ ഇനി വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് ശരിക്കും ഒന്ന് കുറച്ച് കട്ടിയിലുള്ള കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കുക. കട്ടി വേണം, എന്നാൽ അതുപോലെ തന്നെ കുറച്ച് ലൂസുമായിട്ടിരിക്കണം. ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം. ദോശമാവിൻ്റെ പരുവത്തിൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു 1.25 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ച് വയ്ക്കണം കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ദോശയെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടും നമ്മൾക്കിത് കുറച്ച് സമയം കൂടിയും ഒന്ന് അടച്ച് വയ്ക്കണം. 2 സൈഡും നല്ലപോലെ ഒന്ന് വേവിച്ച് എടുക്കാനായിട്ട് ഇനിയും കുറച്ച് സമയം കൂടിയും ഒന്ന് അടച്ച് വയ്ക്കുക. ഇതും ഇതുപോലെ തന്നെ ഒരു 1-1.5 മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇനിയിപ്പോൾ ചട്നി വേണം നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ ചട്നി വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഒരു മല്ലിയിലയും കൊണ്ടുള്ള ചട്നിയോ അല്ലെങ്കിൽ ഒരു പുതിന ചട്നി അങ്ങനെ എന്തെങ്കിലും ഒരു ചട്നി പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാവുന്നുള്ളൂ. ചട്നി ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ജീരകത്തിൻ്റെയും ഇഞ്ചിയുടെയും എല്ലാം ടേസ്റ്റ് വരുമ്പം നമ്മൾക്ക് കറിയൊന്നും വേണമെന്ന് തന്നെയില്ല, നല്ല ടേസ്റ്റി ആയിട്ട് കഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ മാവ് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഡിന്നറിനെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. തക്കാളി ആയാലും സവാള ആയാലും നമ്മൾ മല്ലിയില ചേർക്കുന്നതായാലും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് റവയ്ക്കും 3/4 കപ്പ് ഗോതമ്പ് പൊടിയുടെയും അളവിനുള്ളതാണ് പറഞ്ഞത്. തക്കാളിയും ഉള്ളിയും ഒക്കെ കൂടുതൽ നിങ്ങളുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ മാവ് ഫുള്ള് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.